ല്ലേ മഞ്ഞുമൽ ബോയ്സിലൊക്കെ കാണുന്ന പോലത്തെ അല്ലേ ആ ഒരു ഫീലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമം നല്ലൊരു വയലാണ്. അവിടുന്ന് ഇങ്ങനെ ലൈറ്റ് വരുന്നു. അതിന്റെ മുകളിലൊരു ഹോൾ ഉണ്ട്. ലേക്കിന്റെ നടുവിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു. നമ്മള് സത്യം പറയുകയാണെങ്കിൽ ഒരു മിനി എന്തായിരുന്നു ആ ഒരു ഗോവയിലേക്ക് അത് പിന്നെ നമ്മള് ചൈനീസ് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. നമ്മള് ലുംബിനി ഏകദേശം നമ്മൾ കണ്ടു. അതെ, ഇനി നമ്മള് ലുംബിനിന്ന് പൊക്കാറയിലേക്ക് പോവാണ്. പൊക്കാറ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുക നൈറ്റ് ലൈഫിന്റെ ഒരു കേന്ദ്രമാണ്. നമ്മളെ എന്താ പറയാ തായ്ലൻഡൊക്കെ പോണ പോലെ തന്നെയാണ് അല്ലേ? പക്ഷെ എങ്ങനെ പൊക്കാറയ്ക്ക് എങ്ങനെ പോവാ? പൊക്കാറയ്ക്ക് പോകുന്നത് വെച്ചാൽ നമ്മള് ബൈ ബസ്സാണ്. നമ്മളിപ്പോ ലുംബിനിന്ന് നമ്മൾ റിട്ടേൺ വന്നിട്ട് ഭൈരവയിലേക്ക് തന്നെ വരുന്നു. അവിടുന്ന് ബൈ ബസ്സാണ് നമ്മൾ പൊക്കാറയിലേക്ക് പോകുന്നത്. പിന്നെ നമ്മളെ സെൽഫ് പ്ലാൻഡ് പരിപാടിയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെ ടൈമിങ്ങും എല്ലാം തെറ്റിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാനൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പൊക്കാറയിൽ ഉള്ള ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞാൽ 7 മണി. അതായത് ഭൈരവയിൽ പൊക്കാറയിലേക്കുള്ള ബസ്സുകളൊക്കെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കാരണം അത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അത് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. അതെ അതെ. അപ്പോൾ രാത്രി പുറപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ പൊക്കാറയിലേക്ക് എത്തുന്ന രീതിയിലാണ് ബസ് സർവീസുകൾ ഉള്ളത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പം നമ്മളെ ബസ് മിസ്സായിട്ടുണ്ട്. നമ്മൾ 8 മണിയോടുകൂടെയാണ് നമ്മളെ ബസ് സ്റ്റേഷനിൽ എത്തുന്നത്. ബസ് സ്റ്റേഷനിൽ നമ്മൾ ഒരുപാട് സമയം അല്ലേ 2 മണിക്കൂറോളം നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നടത്തിയിട്ടുണ്ട്. പിന്നെ ബസ് പല ബസ്സുകളും വരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ പല ബസ്സിൻ്റെയും ബോർഡുകൾ നേപ്പാളി ഭാഷയിൽ എഴുതുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഒരു പ്രശ്നമായി വന്നിട്ടുണ്ട്. പക്ഷേ ലാംഗ്വേജിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. എങ്ങനെ അറിയോ? ഒന്ന് ഹിന്ദിയും ഒന്ന് ഇംഗ്ലീഷും. ഇത് രണ്ടും ഉണ്ടായി കഴിഞ്ഞാൽ നേപ്പാളിൽ നമുക്ക് ഈസി ആയിട്ട് അല്ലേ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ. പിന്നെ അങ്ങനെ അവസാനം നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു. സത്യം പറയാം ടാക്സി ഉണ്ട്. അപ്പോൾ അതെ അതെ. അല്ല ഭൈരവേന്ന് നമുക്ക് വണ്ടി കിട്ടൂല. പിന്നെ നമ്മള് ബട്ടുവാലോ ഏതൊരു സ്ഥലം ബട്ടുവാല ഭൈരവേന്ന് പിന്നെ വേറൊരു ബസ്സിൽ കയറി ഒരു 200 രൂപ ഒരാൾക്ക്. അത് വെച്ചിട്ട് ബട്ടുവാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്നാണ് നമുക്ക് രാത്രി കാഠ്മണ്ഡുവിലേക്കൊക്കെ ബസ് ഉണ്ടാവും. പിന്നെ കാഠ്മണ്ഡുവിലേക്കാണ് കൂടുതൽ പൊക്കാറയിലേക്ക് ബസ് കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് ഏത് സമയത്തുണ്ട് 11 മണിക്ക് വരെ നമുക്ക് ബസ് കണ്ടിട്ട് ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ആ ബട്ടുവാല ഇറങ്ങി. അതെ 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 അവിടേക്ക് ഭൈരവിന്ന്. ഓക്കെ. അപ്പോൾ ഭൈരവ ടു നമ്മൾ ബട്ടുവാല മറ്റേ ബസ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് പിന്നെ നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങി. ടാക്സികൾ അന്വേഷിച്ചു, ടാക്സി കിട്ടിയില്ല. 10,000 രൂപയാണ്. 10,000 രൂപ. നമ്മളെ മറ്റേ ടാക്സി ഇല്ലേ 4 പേർക്ക് പോകുന്ന ടാക്സി അല്ല. പിന്നെ നമ്മളെ നേപ്പാളിൽ പ്രധാനമായിട്ട് കണ്ട ടൊയോട്ടന്റെ ഹൈ ഏസ് നമ്മളെ യോധ സിനിമയിലൊക്കെ ഒരുപാട് കണ്ട വണ്ടി, അതായത് വാൻ ഉണ്ടല്ലോ, ആ വാൻ അതിന്റെ ഒരു മോഡേൺ വേർഷൻ അതാണ് ടൊയോട്ടന്റെ ഹൈ ഏസ്. അതാണ് അത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 10-15 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന. നമ്മൾ 4 പേർക്ക് പിന്നെ അത് വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് റെന്റ് കൂടും. അപ്പോൾ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അത് അഫോർഡബിളും അല്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അന്വേഷിച്ചു. പിന്നെ നമ്മൾ അവസാനം അവിടെ ഉള്ള ബസ് സ്റ്റേഷനിൽ തന്നെ അടുത്തുള്ള റൂം എടുക്കാന്നുള്ള സെറ്റപ്പിൽ നടക്കുകയായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പൊക്കറയിലേക്ക് പോകാന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാന് മാറ്റി വെച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ചോദിച്ചൊരു ടാക്സിക്കാരൻ വീണ്ടും നമ്മളടുത്തേക്ക് അല്ലേ. അതായത് ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അതെ അതെ. അവിടെ ഏതെങ്കിലും ഷെയർ ടാക്സി കിട്ടിയാലോ എന്ന് വിചാരിച്ചു. അപ്പോ നേരത്തെ ചോദിച്ച ഒരാള് ഞങ്ങളെ അവസ്ഥ മനസ്സിലാക്കി അയാള് ഭയങ്കര വേറെ ഒരു ടാക്സിക്കാരനെ ഏർപ്പാടാക്കി തന്നു. അതെ അതെ. പൊടി. അതെ അതെ. നമ്മള് അൾട്ടോ ആണ്. അൾട്ടോ കിങ് ആണ് കേട്ടോ അവിടെ. നേപ്പാളിലും അൾട്ടോ കിങ് ആണ്. ഇപ്പൊ ലഡാക്കിൽ അൾട്ടോ കിങ് പറഞ്ഞാൽ ഇപ്പോൾ തന്നെയാണ് നേപ്പാളിലും അൾട്ടോ കിങ് തന്നെയാണ്. കാരണം ഏത് ഹൈ റേഞ്ച് സ്ഥലത്തേക്കും അൾട്ടോ പുഷ്പം പോലെ കയറി പോകുന്നുണ്ട്. അപ്പോ പിന്നെ നമ്മള് ഏകദേശം ഒരു 11 മണിക്കാണ് നമ്മൾ ആ ടാക്സിയിൽ കയറുന്നത്. പിന്നെ അത് യഥാർത്ഥത്തിൽ സാധാരണ വലിയ ബസ്സുകൾ പോകുന്ന റൂട്ടല്ല അത്. എന്നാലും ബസ് ആ റൂട്ട് ഉണ്ട്. പക്ഷേ കുറച്ച് എന്താ പറയുക എക്സ്ട്രീം റോഡാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഭീകരത വല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല. എക്സ്ട്രീം ആണ്. അതായത് അഡ്വഞ്ചർ പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് മറ്റേ ലഡാക്കിൽ പോകുന്ന അതേ ഫീൽ നമുക്ക് നേപ്പാളിൽ എവിടെ പോയാലും കിട്ടും. കാരണം വെച്ചാൽ കല്ലും അതെ അതെ നല്ല ഹൈ റേഞ്ച് റോഡുകൾ പാസുകൾ മാത്രമാണ് മിക്കവാറും സ്ഥലങ്ങളിലേക്ക്.
പിന്നെ നമ്മൾ അവിടുന്ന് ടാക്സി എടുത്തു, ആൾട്ടോ എടുത്ത് പോയി. ഇയാളാണെങ്കിൽ ഭയങ്കര സ്പീഡ്. അതെ, ഭയങ്കര സ്പീഡായിരുന്നു അല്ലേ. അത് പയ്യനാണ്. പിന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇവ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് ഇരുന്നിട്ട്, ബാക്കിൽ ഇരുന്നിട്ട്. പിന്നെ ഞാൻ ഏകദേശം പകുതി കണ്ടെടുത്തു. ഞാൻ മുന്നിലിരുന്ന്. കാരണം ഇവൻ ഉറങ്ങാതിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവൻ എന്താ കഴിച്ചണോ നമുക്ക് അറിയില്ലല്ലോ. നമ്മുടെ സേഫ്റ്റി നോക്കണല്ലോ. അപ്പൊ ഇയാളോട് അറിയാവുന്ന ഹിന്ദിയൊക്കെ നമ്മൾ സംസാരിച്ച് ഇങ്ങനെ. അയാൾക്ക് ഹിന്ദി വല്ലാതെ അറിയില്ല. നേപ്പാളി ഭാഷയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ചെറുപ്പക്കാരനായതുകൊണ്ട് നമ്മള് കമ്പനി ആക്കി എടുത്തു. അതെ 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 അതെ. പിന്നെ അയാൾക്ക് തന്നെ മനസ്സിലായി കേട്ടോ, നമുക്ക് നല്ല പേടിയുണ്ട് അങ്ങനെ. പിന്നെ അയാൾ തന്നെ ഒരു പാകത്തിലാണ് ഓടിച്ചത്. പിന്നെ വഴിയിൽ വെച്ച് നമ്മളൊരു ചായ ഒക്കെ കുടിച്ചു അല്ലേ. ഉറക്കം വരണ്ട വെച്ചിട്ട് നമ്മുടെ സേഫ്റ്റി നമ്മള് നോക്കണല്ലോ. അപ്പൊ നമ്മൾ നോക്കുമ്പോ മറ്റേ ലുംബിന്ന് 7 മണിക്കൊക്കെ എടുത്തോ, നേരത്തെ 7 മണിക്ക് എടുത്ത ബസ് ആ വഴി പോകുന്ന നമ്മള് കണ്ടിരുന്നു അല്ലേ. മിസ്സായ ബസ്. അവര് ഇതേപോലെ ഫ്രഷ് ആവാനും ചായ കുടിക്കാനൊക്കെ എന്തോ നിർത്തിയിട്ടുണ്ട്. വേറൊന്നും റൂട്ടില് വേറെ വണ്ടികളൊന്നും ഞങ്ങള് അധികം അല്ല ശ്രദ്ധിച്ചില്ല. പിന്നെ റോഡാണ് വളരെ മോശം. എക്സ്ട്രീം കയറ്റം, എക്സ്ട്രീം ഇറക്കം അല്ലേ. മലകള്, ഓരോ കുന്നുകൾ ഇങ്ങനെ കയറി പോവുക, പിന്നെ കുന്നിറങ്ങുക, കയറുക, ഇറങ്ങുക അല്ലേ. വേറെ ഗ്രാമങ്ങളോ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ലൈറ്റോ, രാത്രിയാണെങ്കിൽ നമുക്ക് ലൈറ്റ് കാണാമല്ലോ മിക്കവാറും. ഒന്നുമില്ല, പോണ വഴിയിലൊന്നും കാണുന്നില്ല, ഫുള്ള്. അപ്പൊ തന്നെ മനസ്സിലായി ഇത് നല്ല തിക്ക് ഫോറസ്റ്റ് അങ്ങനെ ഏരിയയാണ്. സൈഡിലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒക്കെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ്. അതായത് ഞാൻ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. ഉറങ്ങിയിട്ട് എണീറ്റ് വെക്കുമ്പോ ഇതേപോലെ ഒരു വളവാ. ഇയാള് ഭയങ്കര സ്പീഡിൽ പോകണായിട്ട് കാണണേ. പെട്ടെന്ന് കണ്ണുറങ്ങുമ്പോഴേ നമ്മളാകെ പേടി. അതെ അതെ അതെ. ഉള്ളില് പേടി ഉണ്ടെങ്കിലും ഞാൻ വല്ലാതെ കാണിച്ചില്ല എന്നുള്ളൂ. പിന്നെ 6 മണിക്കൂർ ഡ്രൈവ് വരുന്നത്. 5 മണിക്കൂർ. നമ്മൾ ഏകദേശം 11 മണിക്കാണ് കയറിയത്. പിന്നെ നമ്മൾ പൊക്കാറയിലേക്ക് എത്തുന്നത് ഏകദേശം പുലർച്ചെ 4 മണിക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 4 മണിക്ക് സൈഡിൽ. അതെ അതെ. പൊക്കാറയുടെ മെയിൻ അട്രാക്ഷനും അല്ലെങ്കിൽ പൊക്കാറ മെയിനായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു ഫേവ ലേക്ക് ഉണ്ട്. ഫേവ ലേക്കിന്റെ ചുറ്റുവട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പൊക്കാറ നഗരം തന്നെ നിൽക്കുന്നത് അല്ലേ. അങ്ങനെ നമ്മളവിടെ എത്തി, 4 മണിക്ക് എത്തി. നമ്മൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നമ്മളെ ഡ്രൈവർ അവൻ തന്നെ ഒരുപാട് റൂംസൊക്കെ ഒരു 3-4 സ്ഥലത്ത് അദ്ദേഹം അല്ലേ അയാള് നമ്മളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്ത് അയാൾ രാത്രി സമയത്ത് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടി സംസാരിച്ചു തന്ന്. അങ്ങനെ അവസാനം നമ്മൾ ഫേവ ലേക്കിന്റെ സൈഡിൽ തന്നെ നമുക്ക് റൂം എടുത്തു. അവിടെ എവിടെ എടുക്കട്ടോ, നമുക്ക് ഫേവ ലേക്കിന്റെ സൈഡിൽ ഏത് ബഡ്ജറ്റുള്ള ഹോട്ടൽസും ഉണ്ട് കേട്ടോ. അവിടെ മൊത്തത്തിൽ ഇത് കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ റൂംസ്. ഈ ടൂറിസ്റ്റ് ഏരിയയാണ് മൊത്തത്തിൽ. അങ്ങനെയാണ് എല്ലാവരും വന്ന് റൂം എടുക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് റൂം എടുത്തു. പിന്നെ നല്ല ക്ഷീണം ഉണ്ടല്ലോ യാത്ര, ഉറങ്ങാത്തതിന്റെ ക്ഷീണമുണ്ട്. ഉറങ്ങാത്തവര് കിട്ടോ, ഉറങ്ങിയവർക്ക് പിന്നെ ക്ഷീണമൊന്നും ഉണ്ടാവില്ല, അത് വേറെ. ഇവനക്കൊന്നും ക്ഷീണമല്ല, പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. അവന് ക്ഷീണം ഇല്ലെങ്കിലും ഉറങ്ങും, അവൻ വെറുതെ ഉറങ്ങും. മിക്കവാറും നമ്മളെ യാത്രയിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒന്നാക്കി ബ്രഞ്ചാക്കി നമ്മൾ കഴിക്കാറ് അല്ലേ. കാരണം ഒന്നുകിൽ നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ വൈകും, അല്ലെങ്കിൽ എണീക്കാൻ വൈകും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പരമാവധി നേരത്തെ എണീക്കുകയാണ് നല്ലത്. പക്ഷെ നമ്മൾ തലേന്ന് രാത്രിയൊക്കെ ചിലപ്പോൾ വൈകിയാണ് ഓടി എത്തുന്നതെങ്കിൽ വെച്ച് നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കരുതി കൂട്ടി ചെയ്യുന്നതല്ലല്ലോ, നമ്മൾ ബഡ്ജറ്റ് ട്രാവലല്ലേ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, അന്ന് രാവിലെ നമ്മൾ എത്തിയത് രാവിലെ അല്ല, അപ്പൊ കുറച്ചു നേരം കിടന്ന് കുറച്ച് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ഉറങ്ങി. അങ്ങനെ ഏകദേശം ഒരു 11 മണിയോടുകൂടി നമ്മൾ ചായ കുടിക്കുന്നുണ്ട് അല്ലേ. 11 മണിക്ക് ചായ ബ്രഞ്ച് കഴിച്ചു. ഓക്കെ. പിന്നെ നമ്മള് ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി അല്ലേ. 2-3 ഷോപ്പിൽ നമ്മൾ കയറി. അതെ, സാധനം എന്തോ വാങ്ങാൻ വേണ്ടിട്ട്. അതെ അതെ, കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി കയറി. അപ്പോഴാണ് നമുക്കൊരു ഡ്രൈവറെ കിട്ടും, ടാക്സി ഡ്രൈവറെ കിട്ടുന്നത്. അതെ, അവിടെ ഇതേപോലെ നമ്മളെ ലുംബിനിത്തെ പോലെ എന്താ ടുക്ക് ഒന്നുമില്ല, അവിടെ ഫുള്ള് മൊത്തം ടാക്സിയാണ്. ടാക്സി എന്ന് പറഞ്ഞാല് ടാക്സി ഒക്കെ അവിടുത്തെ പ്രധാന ടാക്സി ആൾട്ടോ. അപ്പൊ പിന്നെ അതിന്റെ കൂടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. അവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ഊബറിന് പകരം പത്താവോ അല്ലെ, പത്താവ് എന്നാണ് ആ ആപ്പിന്റെ പേര്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാല് അത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക്. ഓക്കെ, പത്താവിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണിക്കൂട്ടാം. ഓക്കെ. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊബറിൽ ചെയ്യുന്ന പോലെ തന്നെ ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് പ്രൈസ് കാണിക്കും. അതിനനുസരിച്ച് നമുക്ക് ട്രാവൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടാക്സിക്കാരോട് സംസാരിക്കുക, റേറ്റ് വേണമെങ്കിൽ ചോദിക്കാം. എന്നിട്ട് ഈ 10 ആപ്പിലും കൂടെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഏതാണോ
നല്ലത് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മൾ എടുക്കും. പിന്നെ അവിടുത്തെ പ്രധാന ഡെസ്റ്റിനേഷൻസ് ഒക്കെ കേവ്സ് ആണല്ലേ പ്രധാനമായിട്ടും. ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. ഡ്രൈവർ തന്നെ കിട്ടി. അതെ ഷോപ്പിൽ കണ്ട ഡ്രൈവർ. അതെ 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 അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അതായത് നമുക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് കേട്ടോ, ഹെൽപ്ഫുൾ ആയിട്ട്. ഇംഗ്ലീഷാണ് അവിടെ മെയിൻ ആയിട്ട് ലാംഗ്വേജ് ഒക്കെ ഉള്ളത്. നല്ല ഇംഗ്ലീഷ് അറിയുന്നോണ്ട് അതെ അതെ നല്ലൊരു ഡീലിൽ എത്തി. അതെ ഒന്നായിട്ട് അവിടെ മൊത്തം കറങ്ങാൻ വേണ്ടിട്ട് നമ്മളൊരു എമൗണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആദ്യം സംസാരിച്ചു. എല്ലാം കറക്കിയിട്ട് നമ്മളെ അവിടെ എത്തിക്കാന്നുള്ള രീതിയിൽ അയാൾ ഡീല് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊരു എന്താ പറയാ ഒരു പ്രൈസ് പറഞ്ഞിരുന്നു, അത് നമ്മൾ പറയാം. ഇനി നമുക്ക് അവിടുത്തെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയാം. നമ്മൾ കേവ്സ് ആണല്ലോ പറഞ്ഞത്. കേവ്സ് പ്രധാനമായിട്ടും ഒരു മഹേന്ദ്ര കേവ്, പിന്നെ തീർന്നു ഒരു ബാറ്റ് കേവ് ഉണ്ട്. പിന്നെ ഉള്ളത് ടെമ്പിൾ, അതായത് ഗുപ്തേശ്വർ മഹാദേവ് കേവ് ടെമ്പിൾ, ആ ഒരു കേവാണ്. ഫസ്റ്റ് കണ്ടത് മഹേന്ദ്ര കേവ് പറഞ്ഞാൽ അത് നമ്മളെ ഈ ഇതില്ലേ നമ്മളെ സിനിമയില്ലേ മഞ്ഞുമൽ ബോയ്സിലൊക്കെ കാണുന്ന പോലത്തെ അല്ലേ, ആ ഒരു ഫീലുള്ള ഒരു ദൂരമൊന്നുമില്ല, ഏകദേശം 20 കിലോമീറ്റർ അല്ലേ. ഇതൊക്കെ ഏകദേശം ഇതെന്താ ഈ കേവ്സ് ഒക്കെ കിടക്കുന്ന ഏകദേശം അടുത്തുള്ള ലൊക്കേഷൻ തന്നെ കേട്ടോ, വലിയ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നുമില്ല. അത്രേ ഉള്ളൂ, അത്ര ദൂരമുള്ളൂ, ചെറിയ ദൂരമുള്ളൂ. അപ്പോൾ നമ്മള് മഹാദേവ് കേവിൽ പോയ സമയത്ത് നല്ല മഹേന്ദ്ര കേവിൽ പോയ സമയത്ത് നല്ല വവ്വാലല്ലേ ബാറ്റ്സ് എല്ലാം ഉണ്ട്. നമ്മളവിടേക്ക് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാം. കൂടെ നമുക്കൊരു എമർജൻസി ലൈറ്റ് തരും അല്ലേ. മാത്രം ലൈറ്റ്, അതായത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നമുക്കൊരു എമർജൻസി ലൈറ്റ് അവർ തരും, ടിക്കറ്റിന്റെ കൂടെ തരുന്നതാണ്. അതെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എങ്ങനെ പോകണമെന്ന്, നമ്മൾ തീരുമാനിച്ചാൽ മതി എങ്ങനെ പോകണമെന്ന്. ഈ ഡെപ്തിൽ പോകണമെങ്കിൽ അങ്ങനെ പോവാം, നമുക്ക് കാഷ്വലായിട്ട് അത് കണ്ടു പോകണമെങ്കിൽ അങ്ങനെ പോവാം. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ലൈം സ്റ്റോൺ ആണ് അതിൻ്റെ ഉള്ളിൽ എന്ന് അറിയാം അല്ലേ. പിന്നെ അങ്ങനെ വെള്ളം ഇങ്ങനെ കിരി നല്ല കൂളിംഗ് ആണ് അല്ലേ, നല്ല എ സിയിൽ കയറിയൊരു ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. പിന്നെ അത് കണ്ടു കഴിഞ്ഞു. അല്ല നമ്മൾ പിന്നെ അതിന്റെ ഉള്ളിൽ കൂടെ കയറി പോയിട്ടില്ല. അതെ ഡ്രസ്സൊക്കെ കുറച്ച് ചളിയൊക്കെ ഉണ്ട്, ഇപ്പൊ നനഞ്ഞിടക്കുന്ന ഇതാണല്ലോ, വെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചളിയാവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലൂടെ അധികം ട്രൈ ചെയ്തില്ല. പിന്നെ നമുക്ക് അതായത് ഔട്ട് പറഞ്ഞാൽ ഒരാൾക്ക് കയറി പോവാവുന്ന നുഴഞ്ഞ് കയറി പോവാവുന്ന അങ്ങനെയാണ് കേവിൻ്റെ ഇത്. അപ്പൊ നമ്മള് അത് ട്രൈ ചെയ്തില്ല, കാരണം വേറെ സ്ഥലങ്ങളും പോകാനുള്ളതുകൊണ്ട് ഡ്രസ്സൊക്കെ ആകെ ഉള്ളിലല്ല. അത് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ എക്സിറ്റ് ഉണ്ട്, ചെറിയ വഴി. അതെ ഇറങ്ങിയൊക്കെ പോകട്ടെ, ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് പോകാം. പിന്നെ ഒന്ന് സിമ്പിൾ ആയിട്ട് കയറാലോ. ആ സിമ്പിൾ ആയിട്ട് കയറാനുള്ള ഭാഗത്തൂടെ വന്നത്. എന്നാലും അതിന്റെ ഉള്ളൊക്കെ ഞങ്ങള് കാണും ചെയ്തു, മൊത്തത്തില് കവർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മള് അതിന്റെ അടുത്ത് തന്നെ ഒരു ബാറ്റ് കേവ് ആ പേര് പറയും പോലെ തന്നെയാണ്, അതില് നിറയെ ബാറ്റ്സ് ആണ്. പുറത്ത് നമ്മള് എക്സിറ്റ് ചെയ്തിട്ട് ബാറ്റ് കേവിലേക്ക് പോയി. അതെ ഒക്കെ അടുത്താണ് കേട്ടോ, അടുത്തുള്ള പ്രദേശങ്ങളാണ്. വാലുകളായിരുന്നു അതിന്റെ ഉള്ളിൽ. അതെ ഒരു ലൈറ്റ് തന്നിട്ട് അവരങ്ങനെ ഓക്കെ. അതിനുശേഷം പിന്നെ ഒരു ഗ്രാമത്തിലേക്ക് ബട്ടുലച്ചാര എന്നാണ് ഗ്രാമത്തിന്റെ പേര്. അതായത് ഈ കേവിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമം നല്ലൊരു വയലാണ്, ഒരു കോൺസ് ഒക്കെ നദി ഉണ്ട് അതിൻ്റെ സൈഡിൽ, ഒരു കോൺസ് ഒക്കെ ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്ന ഒരു നല്ല അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് റീൽസ് ഒക്കെ അത് നമുക്ക് അവിടുത്തെ അവരുമായിട്ട് സംസാരിച്ച പല കാര്യങ്ങളൊക്കെ. അവര് നേപ്പാളിയാണ്, എന്നാലും നമുക്ക് ഹിന്ദിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കോണാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. പിന്നെ നല്ല അടിപൊളി ലൊക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് നല്ല മലകളൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പുഴയിലൊക്കെ മറ്റേ ഉരുണ്ട കല്ലുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ നിലമ്പൂരിലൊക്കെ കാണുന്നത്, അതേപോലെയുള്ള. അതെ ഇത് നമ്മളെ പ്ലാനിലൊന്നുമില്ല, നമ്മൾ പോകുന്ന സമയത്ത് വഴിയിൽ കണ്ട സംഭവമാണ്. അതൊരു പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ. ഓക്കെ. അതിനുശേഷം നമ്മൾ ഗുപ്തേശ്വർ മഹാദേവും ഇതേപോലെ ഒരു കേവാണ്. കേവ് പറഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ അടിയിലേക്ക് താഴോട്ട് ഒരുപാട് ഇറങ്ങിപ്പോകുന്നുണ്ട്. സ്റ്റെപ്പ് വഴി നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോകും. അതിൻ്റെ ഉള്ളിലൊരു ശിവ ടെമ്പിൾ ഉണ്ട് അല്ലേ, ചെരുപ്പം ഉപയോഗിക്കാൻ പാടില്ല, ശിവ ടെമ്പിൾ ഉണ്ട്. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ മഹേന്ദ്ര കേവിനേക്കാളും എത്ര വലുപ്പമുണ്ട് കേട്ടോ ഗുപ്തേശ്വർ, നിങ്ങൾ അറിയാലോ. പിന്നെ ലൈം സ്റ്റോൺ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും. പിന്നെ
ചെറിയ വാട്ടർഫോൾ. ചെറുതല്ല, നല്ലൊരു വാട്ടർഫോളാണ്. നമ്മൾ അതിന്റെ അടിയിലോട്ട് താഴോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോൾ ഉണ്ട്, നമ്മൾ ഈ ബാഹുബലിയിലൊക്കെ കാണുന്ന പോലെയുള്ള. അടിപൊളിയല്ലേ? നല്ല അടിപൊളി. അതിന്റെ മുകളിലൊരു ഹോൾ ഉണ്ട്, ആ ഹോളിലൂടെ ലൈറ്റും വരുന്നുണ്ട്, അതോടൊപ്പം വെള്ളവും ചാടുന്നുണ്ട്. അവിടേക്ക് പോകാൻ പറ്റില്ല, നമുക്ക് ഇവിടെ നിന്നിട്ട് ദൂരം നിന്ന് കാണാം. പക്ഷെ നല്ല നല്ല അടിപൊളി വിഷ്വലാണ്, നല്ല വിഷ്വലാണ്. പിന്നെ നല്ല കൂളിങ്ങുമാണ്. സ്പ്രേ ചെയ്യുന്ന പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് അടിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ അത് അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കേവാണ്. അപ്പോൾ ഈ ഗുണാകേവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗുണാകേവ് ഒന്നുമല്ല കേട്ടോ, അത് കണ്ടപ്പോൾ അല്ല, ഞാൻ പറയാം, നമ്മൾ സിനിമയിൽ സെറ്റിൽ കണ്ട അതിനേക്കാളും അല്ലേ എത്രയോ ഡെപ്താണ് ഇതൊക്കെ. അപ്പോൾ കേവ്സ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നേപ്പാൾ, എസ്പെഷ്യലി പൊക്കാറ. ഓക്കെ, ഈ 3 സ്ഥലങ്ങളായിരുന്നു നമ്മുടെ അതെ അതെ. പിന്നീട് അതെ, പിന്നെ നമ്മൾ നേരെ ഫേവ ലേക്കിന്റെ സൈഡിലേക്കാണ് വരുന്നത്. ഫേവ ലേക്ക് ഞാൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഫേവ ലേക്ക് റിലേറ്റഡ് ആയിട്ടാണ് പൊക്കാറ കിടക്കുന്നത് തന്നെ. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പൊക്കാറ സിറ്റി കിടക്കുന്നത് തന്നെ. ഇനി ഫേവ ലേക്കിലേക്കാണ് വരുന്നത്. ഫേവ ലേക്കിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പായിട്ട് മൊമോസ് കഴിക്കണം എന്ന് പറഞ്ഞല്ലേ. അത്യാവശ്യം നല്ലൊരു മൊമോസ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഫസ്റ്റ് മൊമോസ് നമ്മൾ നേപ്പാളിലെ ഫസ്റ്റ് ബീഫ് ബഫ് മൊമോസ് എന്നാ പറയാ അല്ലേ, ബഫ് അല്ലേ, കാഠ്മണ്ഡു കഴിച്ചത്. ഓക്കെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിച്ച് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അല്ലേ, ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ ലേക്കിന്റെ അങ്ങോട്ട് പോയില്ലേ, അവിടെ നമ്മള് മിസ്സാവെന്ന് വിചാരിച്ചാൽ പിന്നെയാണ് നമ്മൾ ലേക്കിലേക്ക് ചെല്ലുന്നത്. ലേക്കിന്റെ നടുവിലായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് അല്ലേ, അടിപൊളി ടെമ്പിളാണ്. അപ്പൊ അത് യഥാർത്ഥ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. അങ്ങനെയല്ല, എഞ്ചിനുള്ള ബോട്ടല്ല, ഈ പെടൽ വെച്ചിട്ട് തുഴഞ്ഞു പോകുന്ന അങ്ങനത്തെ ബോട്ട് സർവീസാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ 5 മണി വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 5:30 ആയിട്ട്. പക്ഷേ നമ്മളെ ബാർഗെയിൻ കിങ് ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇവൻ കയറി അറിയാവുന്ന കയ്യും കാലൊക്കെ പിടിച്ച്. അവിടെ പോലീസ് ഉണ്ട്, ബാക്കി ഈ തോണിക്കാർ ഇവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കാതെ അവർക്ക് കൊണ്ടുപോകും. ചെയ്തിട്ടാണ് അവർ ആ ബോട്ടിൽ കയറ്റു. അതെ, നമുക്ക് അതൊന്ന് കറക്കിയിട്ട് ടെമ്പിളിലേക്ക് കയറിയിട്ട് കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെ, ഇവിടുന്ന് അപ്പൊ ഞങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കി, ആ ബോട്ട് ഓടിക്കുന്ന ആൾക്കാരോട് പോയി ചോദിച്ചു നോക്കിയപ്പോ അവര് പറഞ്ഞ് ആ കൗണ്ടറിൽ നിങ്ങള് പൈസ അടച്ചു വന്നാലേ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഞങ്ങൾ മെല്ലെ കൈമടക്കൊക്കെ കൊടുത്തു നോക്കി, അവര് അങ്ങനെ ചെയ്യില്ല. എന്നിട്ട് ഞങ്ങള് കൗണ്ടറിൽ പോയിട്ട് കൊറേ സംസാരിച്ചു. അങ്ങനെ ഞങ്ങള് ഇന്ത്യ കേരളത്തിൽ നിന്നാണ് ഇത്രയും ദൂരം, ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ. അതെ, കേരളത്തിന് എവിടെ പോയാലും ഒരു ഇതുണ്ട് കേട്ടോ, ഒരു കൺസിഡറേഷൻ ഉണ്ട്. എന്താ വെച്ചാൽ മുമ്പ് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഉണ്ടാക്കിയ ചെറിയ ഇമേജ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇമേജ് എവിടെ പോയാലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറയുമ്പോൾ തന്നെ കേരള എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര മറ്റ് നോർത്ത് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കൊരു പരിഗണന എപ്പോഴും ഒരു തരുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ബോട്ട് എടുത്തു, ബോട്ട് പെഡൽ ബോട്ട് എടുത്തു, പറഞ്ഞു ഒപ്പിച്ച് ഏതായാലും ആ സാറിന്റെ ഒരു ഇതുകൊണ്ട്. അതെ, സാറ് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പല യാത്രയിലും ഇങ്ങനെ പലരും നമ്മളെ സഹായിക്കാറുണ്ട് കേട്ടോ അല്ലേ. ഇപ്പൊ കാശ്മീരിൽ പോയ സമയത്തൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബോട്ടിൽ ആ ലേക്കിലൊന്ന് ചുറ്റിക്കറങ്ങി. ലേക്ക് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. പക്ഷേ നമുക്ക് മിസ്സായൊരു കാര്യമുണ്ട്, ഞാൻ പറയാം. എന്താണെന്നറിയോ, ഈ ലേക്കിൽ നിന്ന് കഴിഞ്ഞാൽ ലേക്കിൽ അന്ന് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ആ ടെമ്പിളിൻ്റെ ബാക്കിലോട്ടൊക്കെ ഒരു മിസ്റ്റി ഫീൽ ചെയ്യുന്നു അല്ലേ, മൂടി കിടക്കിയിരുന്നു മൊത്തത്തിൽ. യഥാർത്ഥത്തിൽ ആ ലേക്കിൽ നിന്ന് കഴിഞ്ഞാൽ അന്നപൂർണ റേഞ്ചസും അതേമാതിരി മച്ചുപിച്ചാര റേഞ്ചും ഇല്ലേ, മച്ചുപിച്ചാര മൗണ്ടൈനും, അതായത് ഹിമാലയൻ റേഞ്ചസിൽപ്പെട്ട മറ്റേ ഏകദേശം 7000 മീറ്റർ ഉയരത്തിലുള്ള മൗണ്ടെയ്ൻസ് ആണ് ഈ അന്നപൂർണയും അതേപോലെ മാച്ചുപിച്ചാരയും. അപ്പോൾ ഇത് രണ്ടിൻ്റെയും മറ്റേ റിഫ്ലക്ഷൻ ഈ ഫേവ ലേക്കിൽ യഥാർത്ഥത്തിൽ കിട്ടാറുണ്ട്. അത് ഞാൻ പിന്നെ ഒരു റീല് കണ്ട സമയത്താണ് എനിക്ക് കാണാൻ പറ്റിയത്. റീലില് നമ്മൾ പോയ സമയത്ത് കുറച്ച് മൂടിയ ഒരു അടഞ്ഞ കാലാവസ്ഥ സമയത്തും രാവിലെ വന്ന സമയത്ത് ഒരു മൂടിയ. അതെ, അത് നമ്മളെ കുറെയൊക്കെ നമ്മുടെ ഭാഗ്യങ്ങളാട്ടോ. ചിലത് കാണാൻ പറ്റുന്നു, ചിലത് കാണാൻ പറ്റാതാവുന്നതൊക്കെ അത് യാത്രയുടെ ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് എല്ലാ സീസണും കൂടിയും എല്ലാ സാഹചര്യങ്ങളും ഒന്നിച്ച് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് ഞാൻ റീലിൽ കണ്ടതെന്ന് പറയാണ്. ഫേവ ലേക്കിൽ ഈ കാഴ്ച അവിടെ കാണാൻ പറ്റും. അതെ, അമ്പലത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. ആ ടൈം കഴിഞ്ഞോണ്ട് തന്നെ നമ്മളെ ബയ്യ അല്ലേ അത് ചുറ്റി വന്നു കണ്ടു. ഏതായാലും നല്ല അനുഭവം തരുന്നു ഫേവ ലേക്കിൽ.
പിന്നീട് പിന്നീടാണ് നമ്മള് ഫേവ ലേക്കിന്റെ മെയിൻ ഹൈലൈറ്റ് എടുക്കുന്നത്. ഫേവ ആരതി അതാണ് പറയാൻ നമുക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അറിയില്ല. ശരിക്കും നമ്മള് എക്സ്പെക്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമായിരുന്നു. നമ്മള് സത്യം പറയുകയാണെങ്കിൽ ഒരു മിനിയേച്ചർ കാശിന്റെ വാരണാസിന്റെ ഒരു മിനിയേച്ചർ എന്ന് തന്നെ പറയാം. അത്രത്തോളം ഇല്ല, എന്നാലും ഈ ഫേവ ലേക്കിനെ അവര് ഈ ഗംഗനെ പോലെ തന്നെയാണ് കാണുന്നത് അല്ലേ. അപ്പൊ അവിടെ വെച്ച് നടക്കുന്ന ഒരു ആരതിയും പിന്നെ നമ്മൾ ആ വിളക്ക് വെച്ചിട്ടുള്ള ആരതി, പിന്നെ ഭജൻസും സംഭവങ്ങളൊക്കെ, അതേപോലെ ഒരുപാട് എന്താ പറയാ ഒരു റിലീജിയസ് ആയിട്ട് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല രീതിയിൽ യാത്ര ചെയ്യാം. റിലീജിയസ് ആയിട്ട് യാത്ര ചെയ്യാറുണ്ട്, നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാറുണ്ട് അല്ലേ, പല ആംഗിളും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ. സത്യത്തിലൊരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല ആരതിയിൽ ഒരുപാട് ആൾക്കാർ, അവിടുത്തെ നേപ്പാളീസ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു. ഓക്കെ, ഇത് ഫേവ ആരതി കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ നേരെ അപ്പുറത്തേക്ക് ഫേവ ലേക്കിന്റെ സൈഡിലേക്ക് തിരിയുമ്പോൾ കാണുന്നത് ഇതിന്റെ നേരെ ഉൾട്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ഒരു ഗോവയിലേക്ക്. അതിപ്പോ സത്യം പറയാ ഗോകർണ പോണ അല്ലെ. ഗോകർണയില് നമ്മള് ടെമ്പിളും കാണുന്നുണ്ട്, അതേപോലെ തന്നെ ബീച്ചസും കാണുന്നുണ്ട്. അതേപോലെ അതെ ഗോവന്റെ സെറ്റപ്പ്. പൊക്കാറയാണ് നൈറ്റ് ലൈഫിന്റെ കേന്ദ്രം എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഫേവ ലേക്കിന്റെ സൈഡിലായിട്ട് നമ്മളെ മറ്റേ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ, പിന്നെ അതേമാതിരി മ്യൂസിക് അല്ലെ, അതേപോലെ പാട്ടുകളും, പിന്നെ ഇത് സത്യം പറയുകയാണെങ്കിൽ ഫോറിനേഴ്സ്, അത് നമ്മള് ഇന്ത്യയില് നമ്മള് ഫോറിനേഴ്സ് വരുന്നേക്കാളും കൂടുതൽ നേപ്പാളിലാട്ടോ ഫോറിനേഴ്സ് വരുന്നത് ഏറ്റവും കൂടുതൽ. ഞാൻ തള്ളില്ല, യഥാർത്ഥത്തില് നമ്മൾ കേരളത്തിലൊന്നും യെസ് അതാണ്, അതിന് ഒരുപാട് സാധ്യതകളുള്ള പ്രദേശമാണല്ലോ ഈ നേപ്പാൾ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് അവിടേക്കൊക്കെ പോകണ്ട, നമുക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ ഫേവൻ്റെ ചുറ്റിൽ നമ്മൾ കറങ്ങി നടന്ന് പിന്നെ നമ്മളിങ്ങനെയുള്ള ഇങ്ങനത്തെ നൈറ്റ് ലൈഫിന്റെ കുറെ കാഴ്ചകൾ കണ്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് നടന്നാ പോയത്. ചൈനീസ് ഫുഡ് പിന്നെ നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാൻ ഒറിജിനൽ ചൈനീസ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കുറ്റം പറയല്ല, പക്ഷെ ചൈനീസ് ഫുഡ് കഴിക്കണമെങ്കിൽ ഒന്നിൽ ചൈന പോകണം, അല്ല നേപ്പാളിലെ ഫുഡ് അല്ല പോകണം, ഇതിലെവിടെ പോകണം. എന്താ വെച്ചാൽ അതിന്റെ എത്തനിക് ആയിട്ടുള്ള അവരുടെ ആ ഒരു ടേസ്റ്റ് ഇല്ല, ആ ഒരു ടേസ്റ്റ് ഒതന്റിക് ആയിട്ട് കിട്ടൂല. വെണ്ടക്കയും പിന്നെ മുട്ടയും സ്ക്രാമ്പിൾ ചെയ്തിട്ട് അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റൈസ്, പിന്നെ അതേ ബഫലോ, ഒരു നല്ല ഫുഡായിരുന്നു. റെസ്റ്റോറന്റിന്റെ പേര് സോളോ അല്ലേ, സോളോ ആയിരുന്നു അല്ലേ, സോളോ പിന്നെ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഏകദേശം എത്ര രൂപ ഉണ്ടാവും? എത്ര അറിയോ റേറ്റ്? ഏകദേശം ഒരു 2000 ആണല്ലേ, 2000 റേഞ്ച് ആണ്. അതെ, നമ്മൾ ഏതായാലും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആവണം, എന്നാലും അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചില സ്ഥലത്ത് പിടിക്കുന്നത് ചില സമയത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അല്ല, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, നല്ലൊരു ചൈനീസ് റെസ്റ്റോറന്റ്. അതെ, നീ പറഞ്ഞല്ലോ ഈ എവിടെ നിന്ന് വ്ളോഗ് എന്നൊക്കെ കണ്ടെന്ന് പറഞ്ഞു. അതെ അതെ, ഇതിനായിട്ട് പോയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അന്ന് രാത്രി നമ്മൾ കുറച്ച് നേരത്തെ കടന്നിട്ട് എന്താ അറിയോ, പിറ്റേന്ന് വലിയൊരു ഹൈലൈറ്റ് വരാണ്ട് അല്ലേ, നമ്മളെ ട്രിപ്പിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്ന അല്ലെങ്കിൽ ആരും പോകാത്ത അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഈവൻ നേപ്പാളീസ് വരെ പോവാത്ത ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെയുള്ള ലൊക്കേഷനാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്.